നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. ഗാനഗന്ധർവൻ KJ യേശുദാസ് 2 തവണ വിമാന അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. 1971 ഡിസംബർ 9 ആദ്യ സംഭവം. പശ്ചിമഘട്ടത്തിലെ മേഖലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ്. വിമാനത്താവളത്തിലെത്താൻ വൈകിയതിനാൽ മാത്രമാണ് അന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ അവറോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പറക്കുമ്പോഴാണ് തകർന്നു വീണത്. തിരുക്കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് G. ചന്ദ്രപിള്ളയുൾപ്പെടെ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 1978 ഒക്ടോബർ 13 രണ്ടാമത്തെ സംഭവം. തീപിടിച്ച് ബ്രിട്ടനിലെ മഞ്ചസ്റ്ററിലെ റിംഗ്വേ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിലെ 350 യാത്രക്കാരിൽ യേശുദാസ്, ഭാര്യ പ്രഭ, 1 വയസ്സുള്ള മകൻ വിനോദ്, അന്നത്തെ കൊച്ചുഗായിക സുജാത, ഇന്നത്തെ സുജാത മോഹൻ, സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ യേശുദാസിന്റെ സംഘത്തിൽ 6 ഗായകരും ഉണ്ടായിരുന്നു. ന്യൂയോർക്കിൽ നിന്നും പറന്നുയർന്ന് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുക കണ്ടത്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും മുകളിലായിരുന്നു വിമാനം. പൈലറ്റ് അടിയന്തരമായി മഞ്ചസ്റ്ററിൽ ഇറക്കി. വിമാനത്തിലെ ഒരു ബൾബിൽ നിന്ന് ചൂടേറ്റ് യേശുദാസിന്റെ ഇലക്ട്രിക് ഓർഗാൻ ഉരുകിയാണ് പുക വന്നതെന്ന് പിന്നീട് കണ്ടെത്തി. തീ പടർന്നിരുന്നുവെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.